Hi friends, welcome to Aisha's Kitchen. ഇന്നത്തെ റെസിപ്പി ചിക്കൻ മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത റെസിപ്പിയാണിത്. അതുപോലെ ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. ചിക്കൻ ചില്ലി ഒക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെയാണെങ്കിലും ഇത് തയ്യാറാക്കാൻ അധികം ടൈമൊന്നും എടുക്കില്ല. പിന്നെ ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് അല്പം ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷ് കൂടിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെ നോക്കാം. ഇതിപ്പോൾ 1/2 കിലോ ചിക്കൻ ഉണ്ട്. അത് ഞാൻ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഞാൻ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, എന്നാലേ മസാലയ്ക്ക് പിടിക്കുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു ബൗൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 കപ്പ് മൈദയും ചേർത്ത് കൊടുക്കാം. മൈദയും കോൺഫ്ലോറും ഒരേ അളവിലെടുക്കണം. അതുപോലെ ഇതിപ്പോൾ നമ്മൾ 1/2 കിലോ ചിക്കനിലേക്കുള്ള മസാലയാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ് സോസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ്, വെളുത്തുള്ളി മാത്രമേ ഉള്ളൂ, ഇഞ്ചി ചേർത്തിട്ടില്ല. പിന്നെ 1 മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ അല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി, കാരണം നമ്മളെ ഗ്രേവിയിൽ ഉപ്പുണ്ടാവും. ഇനി നമ്മൾക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അല്പം വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് ആക്കി എടുക്കണം. വളരെ തിന്നാക്കരുത്, ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് തിന്നാക്കരുത്. നല്ല ടൈറ്റായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നല്ല വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊന്നും പാടില്ല കേട്ടോ നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. എന്നിട്ട് ചിക്കനിൽ നന്നായിട്ട് ഇത് മസാല പുരട്ടി പിടിപ്പിക്കണം. പിന്നെ ഇത് നമ്മൾ മസാല പുരട്ടിയിട്ട് എടുത്ത് വെക്കൊന്നും വേണ്ട, നമുക്ക് ഉടനെ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാന് ചൂടാക്കുക. നല്ല ഡീപ്പ് ഫ്രൈനുള്ള പാൻ ചൂടാക്കണം. അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്യാൻ നേരം അല്പം കോൺഫ്ലോർ മുകളിലൊന്ന് തൂവി കൊടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പായി കിടക്കും. നമ്മൾ ചിക്കനൊക്കെ നല്ല ക്രിസ്പായി വരും. അപ്പോൾ ഡീപ്പ് ഫ്രൈ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കന് ഒരുപാട് ഒരുമിച്ച് നമ്മൾ ഫ്രൈ ചെയ്യരുത്, അങ്ങനെ വരുമ്പം ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോന്നായിട്ട് ആഡ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഞാനിപ്പോൾ ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വളരെ കുറഞ്ഞ ഫ്ലെയിമിലൊന്നും വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്, അങ്ങനെ വരുമ്പോൾ ഒരുപാട് നേരം പിടിക്കും. അപ്പോൾ നമ്മൾ ഈ കോട്ടിംഗ് ഒക്കെ പോകും ചിക്കൻ്റെ. അപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ നല്ല ചൂടോടെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ചെറിയ ചെറിയ പീസസ് ആയതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഗോൾഡൻ ആയിട്ട് വരുന്ന സമയത്തിന് നമ്മളത് കോരി മാറ്റണം. വല്ലാണ്ട് ക്രിസ്പി ആവാൻ വെയിറ്റ് ചെയ്യരുത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചിക്കനിലൊന്നും അധികം മസാല പിടിക്കില്ല. നമ്മൾ ഗ്രേവിയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ മസാല പിടിക്കില്ല. അപ്പോൾ നമ്മളുടെ ഒരു ബാച്ച് ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അതുപോലെ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ പേപ്പർ ടവലിലേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത്, എണ്ണയൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ആവാൻ വേണ്ടിയിട്ട്. അതുപോലെ എല്ലാ ചിക്കനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തതാണ് ഇതിപ്പോൾ. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവിയിലേക്കുള്ള സോസുകളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ചില്ലി സോസിലേക്കുള്ള ചേരുവകളാണ്. അതിപ്പോൾ 4 വെളുത്തുള്ളി, കാശ്മീരി ഉണക്കമുളകാണ് എടുത്തിട്ടുള്ളത്, അതൊരു 5 എണ്ണം. അതുപോലെ വലിയ ജീരകം ഒരു 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടി ഞാൻ ചൂടുവെള്ളത്തിൽ ഒരു 15 മിനിറ്റോളം സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് സോക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. ഈ വെള്ളം ഒഴിവാക്കണം കേട്ടോ അരയ്ക്കുമ്പോൾ, എന്നിട്ട് വേണം അരച്ചെടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് അരയ്ക്കാൻ പറ്റില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ സുർക്ക കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. നല്ല ഫൈനായിട്ട് അരയണം. വേണമെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം, അരയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇതുപോലെ അരഞ്ഞ് കിട്ടണം. പിന്നെ അതുപോലെ അത്യാവശ്യം കട്ടിയും വേണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾക്ക് സോസ് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ 1/2 കപ്പ് ടൊമാറ്റോ സോസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കാം. എരിവ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഇത് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ് സോസ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഡാർക്ക് സോയ് സോസ് ആണ്. ലൈറ്റ് സോയ് സോസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക.
ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂണ് സുർക്കയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് ഇത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഗ്രേവിയിലേക്ക് ചേർക്കാനുള്ള സോസുകൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഇത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ടേസ്റ്റ് ഒക്കെ നോക്കാൻ ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിതിപ്പോൾ ടേസ്റ്റ് നോക്കാം. ഇതിപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്കപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. അല്പം പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഉള്ള ആ ഒരു എരിവും പുളിയൊക്കെ നമുക്ക് ഇതിലിപ്പോൾ കിട്ടും. പിന്നെ അതുപോലെ നിങ്ങളുടെ കയ്യിൽ റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ വീണ്ടും തയ്യാറാക്കണ്ട കേട്ടോ ചില്ലി സോസ്. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്ക് ഇതിപ്പോൾ സ്പ്രിംഗ് ഓണിയൻ്റെ വെള്ള ഭാഗം മാത്രമാണ് ചെറുതായിട്ട് അരിഞ്ഞതാണ് 2 ടേബിൾ സ്പൂണ്. അതുപോലെ വെളുത്തുള്ളി ഒരു 1/4 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ പച്ചമുളക്, പിന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും. ഇഞ്ചി അല്പം മാത്രം എടുത്താൽ മതി. പിന്നെ പച്ചമുളക് നിങ്ങൾക്ക് നല്ല ടേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. എരിവ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഗ്രേവി റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക, ഒരു പാൻ എടുക്കുക. അതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക, ഒരു 2 ടേബിൾ സ്പൂണോളം. എന്നിട്ട് അതിലേക്ക് നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ചെറുതായിട്ട് അരിഞ്ഞതുണ്ടല്ലോ വെള്ള ഭാഗം മാത്രമുള്ളത് അത് ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. 1 മിനിറ്റ് ഒക്കെ ഒന്ന് ചെറിയ ഫ്ലെയിമിൽ വഴറ്റിയെടുത്ത ശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ ഇഞ്ചിയൊക്കെ. പച്ചമുളക് നിങ്ങൾക്ക് അല്പം കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എരിവ് ഞങ്ങൾക്ക് അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അധികം ആഡ് ചെയ്ത് കൊടുക്കാത്തത്. അപ്പോൾ ഇതൊക്കെ ചെറിയ ഫ്ലെയിമിൽ വേണം വഴറ്റിയെടുക്കാൻ. പിന്നെ അതുപോലെ വല്ലാണ്ട് ഗോൾഡൻ ആവുന്നത് വരെ ഒന്നും വഴറ്റരുത്, ചെറുതായിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസ് ഉണ്ടല്ലോ അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുമ്പോൾ. അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ വളരെയധികം പാടാണ്, നമുക്ക് ടേസ്റ്റ് ഒക്കെ നോക്കേണ്ടി വരും ഇടയ്ക്കിടയ്ക്ക്. എന്നിട്ട് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഈ ഒരു സോസിൻ്റെ കൂടെ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്, 1 കപ്പ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒരു സോസിന് 1 കപ്പ് വെള്ളം മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇത് നമുക്ക് സോസ് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ സോസ് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇപ്പോൾ ഈ ഒരു ടൈമിൽ സോസിൽ നമ്മൾ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഏറ്റവും നല്ലത് നമ്മൾ ചിക്കനൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഫൈനലായിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതാവും. എന്നാൽ നമുക്ക് ചിക്കനിലെ ഉപ്പും സോസിലെ ഉപ്പും എല്ലാം കൂടി നമുക്ക് നോക്കാം. നമ്മൾ ടേസ്റ്റ് നോക്കിയ ശേഷം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. എന്നിട്ട് നമുക്ക് ഈ സോസിൽ നന്നായിട്ട് ഈ ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അധികം ആവേണ്ട, അല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 2 മിനിറ്റ് ഇത് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലോറിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കണം. 2 ടീസ്പൂൺ കോൺഫ്ലോർ 1/2 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തതാണ് ഇതിപ്പോൾ. അതിപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുന്നില്ല, ഒരു 3-4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക. അത് ഒഴിച്ചു കൊടുത്ത പാടെ നന്നായിട്ട് ഇത് കട്ടിയാവും, നമ്മളെ ഗ്രേവി നന്നായിട്ട് കട്ടിയാവും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഒഴിച്ചു കൊടുത്താൽ വല്ലാണ്ട് കട്ടിയാവും. അപ്പോൾ അതുകൊണ്ട് അല്പം ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കുക, എന്നിട്ട് ബാക്കി ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ ക്യാപ്സിക്കം ഉണ്ട്, അതുപോലെ സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ടും ഉണ്ട്, അതും ചേർത്ത് കൊടുക്കാം. ഈ ക്യാപ്സിക്കം അതുപോലെ സ്പ്രിംഗ് ഓണിയനൊക്കെ നമ്മൾ എപ്പോഴും ലാസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കാറ്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം, ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഒരു കാര്യം പറയാനുണ്ട്, നമ്മളിപ്പോൾ കോൺഫ്ലോർ ചേർത്ത് കൊടുത്താൽ 2 മിനിറ്റിനുള്ളിലൊക്കെ നമ്മളത് എല്ലാ സംഭവങ്ങളും നമ്മൾ ഫിനിഷ് ആക്കണം. കോൺഫ്ലോർ ചേർത്തിട്ട് അധികം നമ്മൾ തിളപ്പിക്കാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ വല്ലാണ്ട് കട്ടിയാവും, നമ്മളുടെ ഗ്രേവി വല്ലാണ്ട് തിക്കാവും. അപ്പോൾ അതുകൊണ്ട് ബാക്കിയെല്ലാ ചേരുവകളും കോൺഫ്ലോർ ചേർത്ത ശേഷം ബാക്കിയെല്ലാ ചേരുവകളും പെട്ടെന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ ചിക്കൻ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ഗ്രേവിയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നോക്കിയാൽ ഇതിൻ്റെ കളർ തന്നെ മാറിയല്ലോ, നമ്മൾ കിച്ചണിലെ ലൈറ്റിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോൾ വേറെ കളറായിപ്പോയില്ലേ, നല്ല റെഡ് കളർ വന്നില്ലേ. ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള കളർ കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണം ഗ്രേവി, വല്ലാണ്ട് തിക്കാവരുത്, ഈ ഒരു കൺസിസ്റ്റൻസി വേണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് സജഷൻസ് ഒക്കെ നിങ്ങൾ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ. ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്